രോഗങ്ങൾ അനവധിയാണ്, ആശുപത്രികൾ അതിലധികവും, മരുന്നുകൾ അതിലും അധികം. എന്നാൽ രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ള ഔഷധമാണ് ഏറ്റവും വലിയ ഔഷധം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഗോൾ ബ്ലാഡർ സ്റ്റോൺ അഥവാ പിത്താശയ കല്ല് എന്ന് പറയുന്ന രോഗം കൊണ്ട് ഒരുപാട് രോഗികൾ അസ്വസ്ഥതകളും അതുപോലെ തന്നെ വേദനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സർജറിയിലൂടെ ഭേദമാകുന്ന ഈ ഗോൾ ബ്ലാഡർ സ്റ്റോണിനെ കുറിച്ച് നമുക്ക് വൈദ്യരോട് ചോദിച്ചറിയാം. വൈദ്യരെ, പിത്താശയ കല്ല് അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺ എന്ന് പറയുന്ന ഈ രോഗം എന്താണ്? ഈ പൊതുവെ പറഞ്ഞ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ അതിനേതാണ്ട് ഒരു 20% 30% ഉത്തരവുണ്ട്. ഗാൾ ബ്ലാഡറിൽ വരുന്ന പിത്താശയത്തിൽ വരുന്ന കല്ല്, ഇത് ഏതാണ്ട് മൂത്രക്കല്ല്, കിഡ്നി സ്റ്റോൺ പോലെ തന്നെ സമാനമായ ഒരു അസുഖമാണ്. ഇതിന് ഒരു പ്രത്യേകത ഉള്ളത്, കിഡ്നി സ്റ്റോണിന് നമ്മൾ മരുന്ന് കൊടുത്താൽ, യൂറിക് മരുന്ന് കൊടുത്താൽ അത് അതോടുകൂടി തീർന്നു പോകും. പിത്താശയക്കല്ലിന് മരുന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിത്താശയക്കല്ല് ബ്ലഡിൽ കൂടെ കിഡ്നിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. ഈ പിത്താശയക്കല്ല് കിഡ്നിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും, പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ 2 ചികിത്സ ഇതിനാവശ്യമില്ല. ഒന്ന് പിത്താശയക്കല്ല് മാറുന്നതോട് കൂടി തന്നെ കിഡ്നിയിൽ വരുന്ന കല്ലിനും നമ്മൾ മരുന്ന് ചെയ്യേണ്ടതായി വരും. എന്നിട്ട് ഈ കിഡ്നിയിൽ നിന്ന് ഇത് ബ്ലഡിലൂടെ കിഡ്നിയിലെത്തുന്നു. കിഡ്നിയിൽ നിന്ന് മൂത്രം വഴി പുറത്തു പോകേണ്ടത്. ഒരു സർട്ടൺ ക്വാണ്ടിറ്റി പിത്താശയക്കല്ല് നമ്മുടെ മലത്തോടു കൂടിയും പുറത്തു പോകും. അത് എത്രത്തോളം പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ആ മരുന്ന് കഴിക്കുന്ന രോഗിയുടെ ശാരീരികമായ റെസിസ്റ്റൻസ് പവർ, പ്രതിരോധ ഇതിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് അത് എത്രയെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതിന് ചികിത്സ തുടങ്ങുമ്പോൾ ഈ രണ്ടിനും കൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ അതിന് മരുന്ന് ചെയ്യാൻ. വൈദ്യർ പറഞ്ഞ പോലെ തന്നെ ഈ രക്തത്തിൽ കൂടെ ഈ സ്റ്റോൺ ഗോൾ ബ്ലാഡറിൽ നിന്നും കിഡ്നിയിൽ എത്തുമെന്ന് പറഞ്ഞു. അത് ഔഷധം കഴിച്ചതിന് മുന്നേ ആണോ അതോ ഔഷധത്തിന് ശേഷം വന്നു ചേരുന്ന ഒന്നാണോ? അല്ല, ഈ ചികിത്സ തുടങ്ങുന്ന ഉടനെ തന്നെ കിഡ്നിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. കിഡ്നിയിലേക്കുള്ള സ്റ്റോണിനുള്ള മരുന്ന് കൂടെ അല്പം കഴിക്കേണ്ടി വരും. അതായത് 40% മുതൽ 30% വരെ, അല്ലെങ്കിൽ 30 മുതൽ 40% വരെ കിഡ്നിക്കും കൂടെ ചികിത്സിച്ചാലേ പിത്താശയക്കല്ല് മാറും. ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനാവശ്യമില്ല. 100% പച്ചമരുന്നുകൾ കൊണ്ടും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ നമ്മളുടെ ആഹാരത്തോട് അനുബന്ധിച്ച് എന്തെങ്കിലും റിലേറ്റഡ് ആണോ? ഈ ആഹാരപരമായിട്ട് നമ്മൾ ഇല ആഹാരങ്ങൾ, അതായത് കുമ്പളത്തിൻ്റെ ഇല, കക്കിരിയുടെ ഇല, ചീര, കസ് പോലുള്ള ഇല ആഹാരങ്ങൾ കൂടുതലായി കഴിച്ചാൽ ഈ രോഗത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിയുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ മരുന്നുകളും ഈ ഇലയായിട്ട് റിലേറ്റഡ് ആണ്? അല്ല, ഈ രോഗം വന്നാൽ അതിനുള്ള ചികിത്സാ രീതി വേറെ. രോഗം വരാതിരിക്കാനുള്ള ചികിത്സാ രീതിയാണ് ഇലകൾ കൂടുതൽ കഴിക്കുക. അതിൻ്റെ കാരണം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസുലിൻ്റെ കൺട്രോളിങ് സിസ്റ്റം ഈ പിത്താശയത്തിൽ കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ കൺട്രോൾ സിസ്റ്റം എപ്പോൾ താറുമാറാകുന്നോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ വരിക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് പിത്താശയത്തിൽ സ്റ്റോൺ ഫോർമാറ്റി ഈ സ്റ്റോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ചികിത്സ ചെയ്തില്ല എങ്കിൽ മൂത്രം പോകാനുള്ള തടസ്സമോ അല്ലെങ്കിൽ എന്ത് സിംറ്റംസ് ഒക്കെയാണ് ഉണ്ടാവുക? പിത്താശയക്കല്ല് വന്നാൽ മൂത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, വിശപ്പില്ലായ്ക, തളർച്ച വരിക, അടിവയറിന് വേദന വരിക, അതായത് പിത്താശയം ഇരിക്കുന്ന ആ ഭാഗത്ത് വേദന വരിക, അതിലുപരി ഛർദ്ദിക്കുക. അപ്പോൾ ഈ ഛർദ്ദിച്ചാൽ വൊമിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ നമ്മൾ മരുന്ന് കൊടുക്കും? അപ്പോൾ വൊമിറ്റ് ചെയ്യുന്നതിനുള്ള മരുന്ന് നമ്മൾ ആദ്യം കാണേണ്ടി വരും.
ഒമിറ്റ് ചെയ്യുന്ന മരുന്ന് ആദ്യം കൊടുക്കേണ്ടി വരും. സൈഡ് എഫക്റ്റ്, ഇതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഒമിറ്റ് ചെയ്യുക. ഒമിറ്റ് ചെയ്യുക. ഈ ഒമിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മരുന്ന് കൊടുക്കാൻ കഴിയില്ലല്ലോ. കഴിയില്ല. പാരമ്പര്യ വൈദ്യം അല്ലെങ്കിൽ ഈ ആയുർവേദത്തെ സംബന്ധിച്ചോളം ഡ്രിപ്പ് കൊടുക്കുക അങ്ങനെയുള്ളൊരു സിസ്റ്റം ഇല്ല. അപ്പോൾ മരുന്ന് കൊണ്ട് തന്നെ, ഈ പച്ചമരുന്ന് കൊണ്ട് തന്നെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ഈ പിത്താശയക്കല്ല് അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺ, ഇത് ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തവുമായി എന്തെങ്കിലും ബന്ധമുണ്ട്? മഞ്ഞപ്പിത്തമായി നിലവിൽ ബന്ധമില്ല. ഓൾറെഡി കേട്ടിട്ടുണ്ട് പിത്താശയക്കല്ലുള്ള ഒരാൾക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ കാരണമായ ബിൽറൂബിൻ്റെ കണ്ടന്റ് അഗ്രിവേറ്റ് ചെയ്യുന്നതായും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നതായും കേട്ടിട്ടുണ്ട്. ഇതേപോലുള്ള സിസ്റ്റം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലിവറിൽ, സാധാരണഗതി ലിവറിൽ ഡീഫങ്ഷൻ വരും. അവിടെ നിന്നാണ് നമുക്ക് മഞ്ഞപ്പിത്തം പോലുള്ള ബിൽറൂബിൻ്റെ കണ്ടന്റ് കൂടുകയും ഈ വിഷയം വരുന്നത്. ഗോൾ ബ്ലാഡർ സ്റ്റോണിന് വേണ്ടി ആയുർവേദപരമായി അല്ലെങ്കിൽ പ്രകൃതിദത്തമായ രീതിയിൽ എന്തൊക്കെ ഔഷധങ്ങളാണ് കൊടുത്തു വരുന്നത്? ഗാൾ ബ്ലാഡർ സ്റ്റോൺ, പിത്താശയക്കല്ലിനുള്ള മരുന്നുകൾ ഒരു പരിധി വരെ എനിക്ക് പറയാൻ കഴിയും. ഞാൻ ആ പരിധി വിട്ട് പറഞ്ഞാൽ ഈ രോഗികൾ സ്വയം ചികിത്സിക്കുകയോ അല്ലെങ്കിൽ മരുന്ന് അപ്ലൈ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് വളരെ ദാരുണമായിരിക്കും. കാരണം പിത്താശയം റിമൂവ് ചെയ്യേണ്ട ഓപ്പറേഷനിൽ വരെ അത് എത്തും. അതിന് സാധാരണഗതിയിൽ കീഴാർ നെല്ലി അരച്ച് പാലിൽ അരച്ച് കുടിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അത് നേരത്തെ നിങ്ങൾ പറഞ്ഞ ജോണ്ടിസിനും മഞ്ഞപ്പിത്തത്തിനും ഒരു പരിധി വരെ 80 മുതൽ 90% വരെ ഗുണം ചെയ്യുന്ന സാധനമാണ്. പാല് തിളപ്പിച്ച് നെല്ലി അരക്കുക, പാല് കലക്കുക. അതുപോലെ തന്നെ ഈ കീഴാർ നെല്ലി ഇതുപോലെ കഴിച്ചാൽ സാധാരണഗതിയിൽ കഷണ്ടിയുള്ളൊരു വ്യക്തിക്ക് 6 മാസത്തിൻ്റെ മുകളിൽ വരെ കഴിച്ചാൽ കഷണ്ടിയിൽ രോമം കിളിർക്കും. ഇതേ പ്രക്രിയ തന്നെ ഈ പാല് പ്രക്രിയ കഴിച്ചാൽ ഈ ജോണ്ടിസൊക്കെ പോകുന്നതോടുകൂടി അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് തലയിൽ കഷണ്ടിയുള്ളൊരു വ്യക്തിക്ക് വരെ തലയിൽ മുടി കിളിർക്കും ഈ ഔഷധം കഴിച്ചാൽ. തീർച്ചയായിട്ടും കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ബാല്യനര, അകാല നര വരുന്ന, അതായത് നമ്മുടെ മുടിക്ക് നര അകാല നരയ്ക്കും കണ്ട മരുന്നാണ് കീഴാർനെല്ലി പാലിലരച്ച് കുടിക്കുന്നത്. അതുപോലെ തന്നെ കീഴാർനെല്ലിയുടെ ഗുണങ്ങൾ ആൻറ്റി ഏജിങ് ആണ്. ഒരു കോസ്മെറ്റിക്സും ഉപയോഗിക്കാതെ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഇത് കഴിച്ചാൽ നമ്മുടെ മുഖം ചുളുങ്ങാതെ നിൽക്കും. ഈ കീഴാർനെല്ലിയും പാല് കഴിച്ചാൽ നമ്മുടെ മുഖം ചുളുങ്ങത്തില്ല. അപ്പോൾ അതായത് ജോണ്ടിസിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗോൾ ബ്ലാഡർ സ്റ്റോണിന് ഒരു പരിധി വരെ ജോണ്ടിസിനും ഉപയോഗിക്കാം. ജോണ്ടിസിനും മുടി കിളിർക്കാൻ, അകാല നര മുടി കിളിർക്കാൻ എല്ലാം ഉപകരിക്കുന്നതാണ്. ഈ കീഴാർനെല്ലി പാലിലരച്ച് കഴിക്കുന്നത് ഗോൾ ബ്ലാഡറിന് ഒരു പരിധി വരെ ഔഷധമാണെന്ന് പറഞ്ഞു. ഇത് കഴിക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പഥ്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതായത് ആ രോഗാവസ്ഥയിൽ ഒരു പരിധി വിട്ട ആളാണെങ്കിൽ ഒരു വൈദ്യരെ സമീപിച്ചേ പറ്റൂ.
അല്ല എങ്കിൽ സ്വന്തം അതിന് ചികിത്സിക്കാം, ചെയ്യാം. ഇതിന് യാതൊരുവിധ പഥ്യങ്ങളുമില്ല. പഥ്യങ്ങളില്ല. പാരമ്പര്യ വൈദ്യം നമ്മൾ ഈ കാണുന്ന തരം ചെടികൾ മരുന്നുകൾക്ക് 99% പഥ്യമില്ല. മൾട്ടി ഡ്രഗായ ഈ കിഴാർനെല്ലിയും പാലും ചേർത്തുള്ള ഈ ഔഷധം കഴിക്കുന്നതിൽ ഏതെങ്കിലും ടൈം, രാവിലെ വൈകിട്ട്, അങ്ങനെ ഏതെങ്കിലും സമയം നിർദ്ദേശിക്കുന്നുണ്ടോ? എപ്പോൾ കഴിക്കുന്നതിനും കുഴപ്പമില്ല, ഏത് സമയത്തും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും കിഴാർനെല്ലിയും പാലും എന്ന് പറയുന്ന ഈ ഒരു ഔഷധം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. മറ്റൊന്നുകൂടെ ഉണ്ട്, ഈ കീഴാർനെല്ലിയും പാലും കൂടെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന സോറിയാസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് മറ്റൊരു ചികിത്സാരീതിയാണ്, മറ്റൊരു രോഗമാണ്. ഒരു പരിധിവരെ അതിനും ഇത് ഉപകരിക്കും. അപ്പോൾ ഒരു മൾട്ടി ഡ്രഗ് എന്ന് വേണമെങ്കിൽ മൾട്ടി ഡ്രഗ്സ് എന്ന് പറയാം നമുക്ക് കീഴാർനെല്ലി. ഇതുപോലെ തന്നെ ഈ പാലിനകത്ത് ഈ കിഴാർനെല്ലി അരക്കുക കഴിക്കുക, അതാണ് സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ, അതായത് സ്കിൻ വരെ, സോറിയാസിസ് പോലുള്ള രോഗങ്ങൾക്ക് വരെ ഒരു പരിധി വരെ ഇതൊരു പ്രിക്കോഷനാണ്. വൈദ്യർ പറഞ്ഞ പോലെ ജോണ്ടിസ്, സോറിയാസിസ്, കഷണ്ടി ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഗോൾ ബ്ലാഡർ സ്റ്റോൺ, പിത്താശയക്കല്ല്, ഇതിനെല്ലാം ഉപയോഗിക്കാവുന്ന മരുന്നാണ് കിഴാർനെല്ലിയും പാലും. അപ്പോൾ അതൊരു മൾട്ടി ഡ്രഗ് മരുന്ന് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ? അതെ, തീർച്ചയായിട്ടും. നേരത്തെ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഞാൻ ചെറിയ മറുപടി പറഞ്ഞു. ആ പറഞ്ഞിരുന്നത് ഇത് ആൻറ്റി ഏജിങ് എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. അതായത് നിങ്ങൾക്ക് പ്രായം ആകാതെ സൂക്ഷിക്കുന്ന ഒരു മരുന്ന്. അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒത്തിരി അടിസ്ഥാന തത്വം പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് കാലാവസ്ഥയിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ എങ്ങനെയും കഴിക്കാവുന്നതാണ്. തന്നെയുമല്ല, കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ കാലാവസ്ഥയിലും എവിടെയും വളരുന്ന ഒരു സാധനം കൂടിയാണ് ഈ ചെടി. വൈദ്യർ പറഞ്ഞ പോലെ തന്നെ കഷണ്ടിക്ക് തീർച്ചയായിട്ടും മുടി കൊഴിച്ചിലില്ലാതെ പാരമ്പര്യമായിട്ടും കഷണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും യൗവനത്തിലുള്ള ആളുകൾക്ക് കഷണ്ടി മൂലം ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റിലുണ്ട്. കിഴാർനെല്ലി പോലുള്ള പ്രകൃതിദത്തമായ ഔഷധക്കൂട്ട്, പ്രകൃതിദത്തമായ കിഴാർനെല്ലിയും പാലും കൂട്ടിയുള്ള ഔഷധം കഴിച്ചാൽ ഒരു പരിധിവരെ മുടി വളരുകയും അതുപോലെ തന്നെ ജോണ്ടിസ് പോലുള്ള രോഗങ്ങൾ, ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ സോറിയാസ് പോലുള്ള രോഗങ്ങൾക്ക് ഒരു പരിധിവരെ തടയണ ഇടാമെന്നാണ് വൈദ്യർ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കച്ചോലം. നിലത്തോടെ കച്ചോലം ഇങ്ങനെ നിലത്ത് പടർന്ന് ഒരു 6 ഇഞ്ച് പൊക്കത്തിൽ കൂടുതൽ വളരാത്ത ചെടിയാണ്. നിലത്ത് പടർന്ന് വളരുന്ന ചെടിയാണ്. ഇതിൻ്റെ ഔഷധ ഗുണം വിത്ത്, ഇഞ്ചി പോലെ ഇതിൻ്റെ വിത്താണ് ഉപയോഗിക്കുന്നത്. കിഴങ്ങ് കിഴങ്ങ് നമ്മുടെ ചെറിയ നെല്ലിക്ക പോലെ ഉരുണ്ടിരിക്കും. ഇത് മെയിനായിട്ട് ഛർദ്ദിക്കുക. ഇതിപ്പോൾ സ്ത്രീകളൊക്കെ മറ്റേ മോർണിംഗ് സിക്നസ് ഉണ്ടല്ലോ, പ്രഗ്നൻസിയിലുള്ള മോർണിംഗ് സിക്നസ് ഒക്കെ ഇത് കണ്ട മരുന്നാണ്. ഇത് ഒരെണ്ണം ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് നെറുകയിൽ വെച്ചാൽ ഛർദ്ദിക്കുക, ഒമിറ്റ് ചെയ്യുക എന്നുള്ള പ്രശ്നം അപ്പം നിന്ന് പോകും. ഇടിച്ച് നീരിൻ്റെ തലയിൽ വെച്ചാൽ അതായത് ഇപ്പോൾ പ്രായമായ മനുഷ്യർക്ക് അതുപോലെ ചെറിയ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ കഴിയില്ല നമുക്ക്, അവർ ഛർദ്ദിക്കും, വൊമിറ്റ് ചെയ്യും. ആ വൊമിറ്റ് ചെയ്യുന്ന ട്രെൻഡ് കളയാൻ ഏറ്റവും നല്ല സാധനമാണ് ഇത്. ചെറിയ കുട്ടികൾക്കായാലും വലിയ ആൾക്കാർ, സ്ത്രീകൾക്കായാലും ഇതിന്റെ കിഴങ്ങെടുക്കുക, ഇടിച്ച് പിഴിയുക, അതിന്റെ നീര് നിറുകയിൽ ഒന്നോ രണ്ടോ തുള്ളി നിറുകയിൽ വെച്ചാൽ മതി. മണിക്കൂറുകൾക്കുള്ളിൽ ഛർദി മാറിക്കിട്ടും. അപ്പം പൊതുവെ പറയുകയാണെങ്കിൽ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാവുന്നതും വീട്ടിൽ വളരുന്നതുമായ ഒരു ഔഷധ സസ്യമാണ്. നല്ല ഔഷധ മൂല്യമുള്ള സാധനമാണത്.
ഏറ്റവും ഉപകാരപ്രദമുള്ളതും അല്ലേ? ഉപകാരപ്രദമുള്ളതാണ്. ഒരു ചിലവുമില്ല, ഇതിൻ്റെ കേടോ ഒന്നും വരില്ല, ഒരു പെസ്റ്റിസൈഡോ ഒന്നും ഇതിന് ആവശ്യമില്ല. ഇങ്ങനെ നിലത്തോടെ വളർന്ന് ക്രീപ്പറായിട്ട് ഇങ്ങനെ ക്രീപ്പായിട്ട് വളർന്ന് കിടക്കും. ഇലയോ അല്ലാതെ വേറെ ഭാഗങ്ങളൊന്നും ഇല്ല, ഇലയൊന്നും എടുക്കില്ല, അതിൻ്റെ വിത്ത് മാത്രമാണ് എടുക്കുന്നത്. ഛർദിക്കാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വേറെയുള്ള കഷായങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടാവും? ഇല്ല, അത് പലതിനും എടുക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മുടെ രാസ്നാദിപ്പൊടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്. രാസനാദിപ്പൊടി എന്ന് നമ്മുടെ രാസ്നാദി, അത് കച്ചോരപ്പൊടി, ആ സാധനം ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഈ കിഴങ്ങ് പൊടിച്ച് പൊടിച്ച് പല തരം പ്രോസസ്സിങ് നടത്തിയിട്ടാണ് അത് വരുന്നത്. അതാണ് രാസനാദിപ്പൊടി. ഏറ്റവും ഔഷധ മൂല്യം ഇതിന്റെ വിത്ത് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഔഷധ മൂല്യം. ഇതിന്റെ ഈ വിത്ത് നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിൽ കച്ചവടം ഇല്ലെങ്കിൽ ഈ വിത്ത് എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ്. വിത്ത് വെറുതെ നിലത്തിട്ടാൽ മതി, അതവിടെ വളർന്ന് തന്നെ കിടന്നോളൂ. ഉണക്കി സൂക്ഷിക്കാൻ കഴിയില്ല. ഉണക്കി സൂക്ഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ സിസ്റ്റം നഷ്ടപ്പെട്ടു. പറിച്ചാണ് പറിച്ച് ഉടനെ എടുത്തിട്ട് അതിന്റെ വിത്ത് ഇടിച്ച് പിഴിഞ്ഞ് 2 തുള്ളി നെറുകയിൽ വെച്ചാൽ നമ്മുടെ ഒമിറ്റ് ചെയ്യാന്നുള്ള നമ്മുടെ ശരീരത്തിന്റെ ട്രെൻഡ് ആ സെക്കൻഡിൽ നിന്ന് പോകും. മാറിക്കിട്ടും. ഏറ്റവും വലിയ ഔഷധം രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ള ഔഷധമാണ്. രോഗം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള ഔഷധക്കൂട്ടുകൾ ഈ പ്രകൃതിയിൽ തന്നെയുണ്ട്. പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. എല്ലാവർക്കും നമസ്കാരം.